സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ കയറി വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് പ്രാഥമിക നടപടി. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ പ്രായോഗിക പ്രശ്നങ്ങളാൽ നട്ടം തിരിയുകയാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ. ചില വീടുകളിൽ ആരും കാണില്ല. ആളുള്ള വീട്ടിൽ ചിലർക്ക് 100 സംശയങ്ങളാണ്. വീട്ടിലെത്തിയാൽ ഓൺലൈനിൽ വിവരങ്ങൾ നൽകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും BLAമാർ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫാമിൽ നോക്കിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. തിരുവനന്തപുരം നേമം നിയമസഭാ മണ്ഡലത്തിലെ കുര്യാത്തി വാർഡ് ബൂത്ത് ലെവൽ ഓഫീസറായ ആശ വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണത്തിലാണ്. ഒറ്റയ്ക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ സഹായത്തിന് ഒരാളെ കൂടി കൂട്ടി. ചില വീടുകളിലെത്തുമ്പോൾ ആളുകൾ ഉണ്ടാകില്ല. ആളുള്ള വീട്ടിൽ ഫോം നൽകും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നീട് അടുത്ത വീട്ടിലേക്ക്. ഇനി ഫോം തിരികെ വാങ്ങാൻ വീണ്ടും വരണം. അങ്കണവാടി അധ്യാപികയായ ആശയ്ക്ക് അവിടുത്തെയും കാര്യങ്ങൾ നോക്കണം. ഒരുപാട് പേര് താമസം മാറി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്ഥലത്തില്ലാത്ത താമസം മാറി കുറച്ച് പേര്. പിന്നെ മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ മാറിയിരുന്നാലും ഇവിടെ വന്ന് വോട്ട് ഇടുന്നവരാണ്. നമുക്കറിയാവുന്ന, പൂർണ്ണമായിട്ട് അറിയാവുന്നവർ. ഒരു ദിവസത്തെ വിവരശേഖരണത്തിന് ശേഷം പിന്നെയും ജോലി നീളും. ഓൺലൈനിൽ ലോഗിൻ ചെയ്ത വിവരങ്ങൾ എൻ്റർ ചെയ്യണം. അവിടെയുമുണ്ട് പ്രശ്നം. സിസ്റ്റത്തിന് മുന്നിൽ ചെന്നിരിക്കുമ്പോഴെല്ലാം പലപ്പോഴും ലോഗിൻ ആകില്ല. ലോഗിൻ ആയാൽ പിന്നെ OTPക്കുള്ള കാത്തിരിപ്പാണ്. വോട്ടർ ID കാർഡ് ഇല്ലാത്തവർ, വീട് മാറിപ്പോയവർ, അങ്ങനെ പിന്നെയും ബൂത്ത് ലെവൽ ഓഫീസർക്ക് പ്രതിസന്ധികൾ അനവധിയാണ്. പ്രധാനമായിട്ട് നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. നെറ്റ് ഇഷ്യൂ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു ഫോം എടുത്തിട്ട് ഇത്ര നേരമായിട്ട് ഒരു OTP പോലും വരുന്നില്ല. ഇന്നലെ 9 മണി വരെ വർക്ക് ചെയ്തായിരുന്നു. 9 മണി രാത്രി ഒരു 12 മണിക്ക് വീട്ടിലിരുന്നാണ് നമുക്കത് QR കോഡ് സ്കാൻ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പം പ്രായമുള്ള അച്ഛനും അമ്മയും മാത്രമേ വീടുകളിൽ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല. അപ്പം മോനോ മരുമോളോ ആയിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം 3 തവണ പോയാൽ പോലും നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കിട്ടാൻ പാടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നടപടികളെന്ന് നിരന്തരം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഫീൽഡിൽ നിന്നുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലെന്ന് മാത്രം. നമ്മൾ ഈ കണ്ടത് BLOമാർ ഫീൽഡിൽ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. ഇതിനപ്പുറം മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായി അധ്യാപകരെയാണ് BLOമാരായി കൂടുതലായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം വിദ്യാർത്ഥികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലാകുമെന്നുള്ള ആക്ഷേപവുമുണ്ട്. ഷാജു ചൗശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.